بسم الله الرحمن الرحيم وقالوا لن يدخل الجنة إلا من كان هودا أو نصارى تلك أمانيهم قل هاتوا برهانكم إن كنتم صادقين بلى من أسلم وجهه لله وهو محسن فله أجره عند ربه ولا خوف عليهم ولا هم يحزنون وقالت اليهود ليست النصارى على شيء وقالت النصارى ليست اليهود على شيء وهم يتلون الكتاب كذلك قال الذين لا يعلمون مثل قولهم فالله يحكم بينهم يوم القيامة فيما كانوا فيه يختلفون ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها أولئك ما كان لهم أن يدخلوها إلا خائفين لهم في الدنيا خزي ولهم في الآخرة عذاب عظيم ولله المشرق والمغرب فأينما تولوا فثم وجه الله ورحمة الله وبركاته. بسم الله الرحمن الرحيم. إن الحمد لله نحمده ونستعينه ونستهديه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما ثم أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകളും ആജ്ഞാനിർദ്ദേശങ്ങളും ജീവിതത്തിൽ പാലിച്ച് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ എന്നോടെന്ന പോലെ എല്ലാവരോടും ദീനിൻ്റെ പേരിൽ ഉണർത്തുകയും ഉപദേശിക്കുകയുമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കിതാബ് തൗഹീദിൽ നിന്ന് വിശദീകരിച്ച് മനസ്സിലാക്കിയത് ബാബു മാ ജാഅ മിന തഗ്ലീദി ഫീ മൻ അബദ ഇൻദ ഖബരി റജുലിൻ സാലിഹിൻ ഫകൈഫ ഇദാ അബദഹു എന്ന് പറയുന്ന അധ്യായമാണ്. ഇന്ന് അതേ വിഷയത്തിൽ മറ്റൊരു അധ്യായമാണ് ബാബു മാ ജാഅ അന്നൽ ഗുലുവ ഫീ ഖുബൂരി സ്വാലിഹീൻ യസ്വിറുഹാ ഔസാന തുഅബദു മിൻ ദൂനില്ലാഹി തബാറക വ തആല. ഈ അധ്യായത്തിൽ ഏതാനും അസറുകളാണ് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയിട്ടുള്ളത്. അധ്യായം അർത്ഥമാക്കുന്നത് ബാബു മാ ജാഅ അന്ന അൽ ഗുലുവ ഫീ ഖുബൂരി സ്വാലിഹീൻ അന്നൽ ഗുലുവ ഫീ ഖുബൂരി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ ഖബറുകളിൽ ഗുലുവ് എന്ന് പറഞ്ഞാൽ അതിരുവിടൽ, യസീറുഹ അത് ആ ഖബറുകളെ ആക്കി തീർക്കും, ഔസാന വസനുകൾ ബിംബങ്ങൾ, ആരാധനാമൂർത്തികൾ,
അതിനെക്കുറിച്ച് പറയുന്ന അധ്യായം. ബാബു മാ ജാഅ അന്നൽ ഗുലുവ ഫി ഖുബൂരി സ്വാലിഹീന യസ്തീറുഹാ ഔസാന. സ്വാലിഹീങ്ങളുടെ ഖബറുകളിൽ ഗുലുവ്, അത് ആ ഖബറുകളെ വസനുകൾ ആക്കി തീർക്കും, വിഗ്രഹങ്ങളാക്കി തീർക്കും എന്നതിനെക്കുറിച്ച് വന്നതായ അധ്യായം. എങ്ങനെയുള്ള വിഗ്രഹങ്ങൾ? തുഅബദു മിൻ ദൂനില്ലാഹി തബാറക വ തആല, അല്ലാഹുവോടൊപ്പം ആരാധിക്കപ്പെടുന്നതായ വസനുകൾ. തുഅബദു മിൻ ദൂനില്ലാഹി തബാറക വ തആല, അല്ലാഹു തബാറക വ തആലയോടൊപ്പം ആരാധിക്കപ്പെടുന്നതായ വിഗ്രഹങ്ങളാക്കി, ബിംബങ്ങളാക്കി, വസനുകളാക്കി ആ ഖബറുകളെ മാറ്റും. എങ്ങനെയായാൽ? സാലിഹ്യങ്ങളുടെ ഖബറുകളിൽ ഗുലുവ്, അതിരുവിടൽ ഉണ്ടായാൽ. അതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. ഈ അധ്യായത്തിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നൽകിയ അസറുകൾ: റവ മാലികുൻ ഫിൽ മുവത്ത അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ് ഇഷ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂറ അൻബിയാഇഹിം മസാജിദ്. ولابن جرير بسنده عن سفيان عن منصور عن مجاهد أفرأيتم اللات والعزى قال كان يلت لهم السويق فمات فعكفوا على قبره. وكذا قال أبو الجوزة عن ابن عباس قال كان يلت السويق للحاج. وعن ابن عباس رضي الله عنهما قال لعن رسول الله صلى الله عليه وسلم زائرات القبور والمتخذين عليها المساجد والسروج. رواه أهل السنن. ഇവിടെ ഏതാനും അസറുകളാണ് ഈ അധ്യായത്തിലെ വിഷയം. അതിൽ റവ മാലികും ഫിൽ മുവത്ത, ഇമാം മാലിക് റഹിമഹുല്ല അദ്ദേഹത്തിന് മുവത്തയിൽ നിവേദനം ചെയ്തു. മാലിക് ഇബ്നു അനസ് അൽ അസ്ബഹി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഹദീസ് സമാഹാരമായ അൽ മുവത്തയിൽ റിവായത്ത് ചെയ്തു. എന്ത്? അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു: അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ തജ്അൽ ഖബരി വസന യുഅബദ്, നീ എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വസനാക്കരുതേ. അല്ലാഹുമ്മ ലാ തജ്അൽ, അല്ലാഹുവേ നീ ആക്കരുതേ, ഖബരി എൻ്റെ ഖബറിനെ, വസന യുഅബദ് ആരാധിക്കപ്പെടുന്ന വിഗ്രഹം. ഇഷ്തദ്ദ ഗളബുല്ലാഹി അലാ ഖൗമിൻ, ഇഷ്തദ്ദ കഠിനമായിരിക്കുന്നു, ഗളബുല്ലാഹ് അല്ലാഹുവിൻ്റെ കോപം, അലാ ഖൗമിൻ ഒരു വിഭാഗത്തിൻ്റെ മേൽ, ഇത്തഖദു ഖുബൂറ അൻബിയാഇഹിം അവർ അവരുടെ നബിമാരുടെ ഖബറുകളെ സ്വീകരിച്ചു, മസാജിദ് മസ്ജിദുകളായി സ്വീകരിച്ചു. അപ്പോൾ ഇവിടെ ഇമാം മാലിക് മുവത്തയിൽ നിവേദനം ചെയ്യുന്ന അസറിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ദുആയാണ് നൽകുന്നത്: അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, അല്ലാഹു എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുതേ. ഇഷ്തദ്ദ ഗളബുല്ലാഹ്, അല്ലാഹുവിൻ്റെ ഗളബ്, ദേഷ്യം കഠിനമായി, അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂറ അൻബിയാഇഹിം മസാജിദ്, തങ്ങളുടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിച്ച ആളുകൾ, അവരുടെ മേലാണ് അള്ളാഹുവിൻ്റെ കോപം കഠിനമായിരിക്കുന്നത്. അപ്പം ഇവിടെ ഷെയ്ഖ് ഈ അധ്യായത്തിന് താഴെ കൊടുത്ത ഒന്നാമത്തെ അസറാണത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയും പിന്നീട് ഒരു ഖബറും. അദ്ദേഹത്തിൻ്റെ പേര് സ്വാലിഹീങ്ങളുടെ ഖബറുകളിൽ ഗുലുവ്, അതിരുവിടൽ, മുജാവസത്തുൽ ഹദ്, അതിരുവിടൽ, യസീറുഹ ഔസാനൻ, അതിരുവിടൽ എന്ത് ചെയ്യും? ആ ഖബറുകളെ വസനുകളാക്കി തീർക്കും. യസീറു എന്നാണ് യജ്അലുഹ. എങ്ങനെയുള്ള വസനുകൾ? തുഅബദു മിൻ ദൂനില്ലാഹ്, തുഅബദു അല്ലാഹുവോടൊപ്പം ആരാധിക്കപ്പെടുന്ന. അപ്പോ സാലിഹീങ്ങളുടെ ഖബറുകളിൽ ഉള്ള ഗുലുവിനെയാണ് പറഞ്ഞത്. എന്താ ഖബറുകളിൽ ഗുലുവ് എന്ന് പറഞ്ഞാൽ? ഗുലുവ് എന്ന് പറഞ്ഞാൽ മുജാവസത്തുൽ ഹദ്ദാണ്, അതിരുവിടുക എന്നുള്ളതാണ്. ഖബറിൽ അതിരുവിടുക എന്ന് പറഞ്ഞാൽ എന്താ? ശറഇൽ പാടില്ലാത്ത സമീപനങ്ങൾ ഖബറിനോട് സ്വീകരിക്കുക എന്നുള്ളതാണ്. ശറഇൽ ഖബറിനോട് സ്വീകരിക്കാൻ പാടില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്.
ആരെങ്കിലും ശറഅ് നിരോധിച്ചതായ ആ സമീപനങ്ങൾ സ്വീകരിച്ചാൽ, നിരോധിച്ച സമീപനങ്ങളെ സ്വീകരിച്ചാൽ അത് മുജാവസത്തുൽ ഹദ്ദായി, ഗുലുവായി, അതിരുവിടലായി. ഉദാഹരണത്തിന് ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകൾ, പല റിപ്പോർട്ടുകൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിനോട് സ്വീകരിക്കാൻ പാടില്ലാത്ത നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ തുജസ്സസൽ ഖുബൂർ, ഖബറുകൾ കുമ്മായമിടപ്പെടുക എന്നുള്ളത് അല്ലെങ്കിൽ സിമന്റ് ഇടപ്പെടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചു. അതേപോലെ വായുബിന അലൈഹ, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കുക എന്നുള്ളത് വിരോധിച്ചു. അതേപോലെ തന്നെ വായുക്തബ അലൈഹ, ഖബറിന്മേൽ എഴുതപ്പെടൽ, എഴുതുന്നത് വിരോധിച്ചു. അതേപോലെ തന്നെ ഖബർ ഔ യുസാദു അലൈഹ, ഖബർ ഉള്ളതിനേക്കാൾ അധികരിപ്പിക്കപ്പെടൽ, അത് വിരോധിച്ചു. എന്തിനാണ് ഖബറിന്മേൽ എഴുതുന്നത്, അല്ലെങ്കിൽ ഖബർ വലിപ്പം കൂട്ടുന്നത്, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കുന്നത്? ഇതൊക്കെ വിരോധിക്കപ്പെട്ടത് എന്തിനാ? അതേപോലെ തന്നെ തജ്സീസ് അൽ ഖുബൂർ, ഖബർ കുമ്മായമിടുക അല്ലെങ്കിൽ സിമെന്റ് ഇടുക, അത് വിരോധിക്കപ്പെട്ടത് എന്തിനാ? അത് മുജാവസത്തുൽ ഹദ്ദാണ്. ശറഇന് നിശ്ചയിച്ച അതിർ വരമ്പിന് അപ്പുറത്തുള്ള പരിപാടികളാണ്. മാത്രമല്ല ഈ മുജാവസത്തുൽ ഹദ്ദ്, ഗുലുവ്, അത് ഷിർക്കിലേക്ക് നയിക്കും. ഖബറുകളെ വസനാക്കി തീർക്കും, ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കി തീർക്കും. അപ്പൊ ഖബർ അതിന് വസൻ എന്ന് പറഞ്ഞ്, ഖബർ ആരാധിക്കപ്പെടുന്ന അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഖബർ വസനാണ്. വസൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഗ്രഹങ്ങൾക്ക് മൊത്തത്തിൽ പറയും. ഖബറിന് ആരാധിക്കപ്പെടുന്ന രീതിയിലാക്കിയിട്ടുണ്ടെങ്കിൽ ഖബറിന് വസൻ എന്ന് പറയും. ഖബർ ആരാധിക്കപ്പെടുന്ന ഖബറാണ് എങ്കിൽ അതിന് വസൻ എന്ന് പറയും. അതിന് തെളിവാണ് ഈ ഹദീസ്. ചിലർ പറഞ്ഞ് സനമ് ഒരു പ്രത്യേക രൂപങ്ങളിലുള്ള, ഇപ്പൊ മനുഷ്യന്റെയും മറ്റൊക്കെ രൂപങ്ങളിലാണ് എങ്കിൽ അതിന് സനം എന്ന് പറയും. ഖബറിന്റെ ഒക്കെ രൂപത്തിലുള്ള ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾക്ക് വസൻ എന്ന് പറയും. ഏതായാലും ഖബറിന് അത് ആരാധിക്കപ്പെടുന്ന രീതിയിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് വസൻ എന്ന് പറയും എന്നുള്ളതിന് ഷാഹിദാണ് ഈ ഒരു തിരുമൊഴി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ഒരു ദുആവചനം. അതുകൊണ്ട് തന്നെ ശറഅ് പറഞ്ഞതായ അതിർവരമ്പുകളിലാണ് ഖബറിനോടുള്ള സമീപനം നിൽക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിനെ കുറിച്ച് സുഫിയാൻ തമ്മാർ പറഞ്ഞത് ഇമാം ബുഖാരി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റഅയ്തു ഖബ്റ റസൂലില്ലാഹി ഖബ്റൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസന്നമൻ, റസൂലുള്ളാഹിന്റെ ഖബറിനെ ഞാൻ മുസന്നമായിട്ട് കണ്ടു എന്നാണ്. മുസന്നം എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ മണൽ കൂനയാക്കിയിട്ടത്, കെട്ടി ഉയർത്തിയതല്ല, കൂനയാക്കിയിട്ടതാണ് കണ്ടത്. സാലിഹ് ഇബ്നു അബി സാലിഹ് അതിന്റെ ഉയരം പറഞ്ഞു. എന്താ സാലിഹ് ഇബ്നു അബി സാലിഹ് പറഞ്ഞത്? ഇമാം അഹ്മദിന്റെ അബൂദാവൂദിന്റെ മറ്റൊക്കെ റിപ്പോർട്ടിലുണ്ട്, ഷിബ്റൻ ഔ നഹ്വ ഷിബ്ർ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിന്റെ ഉയരം അത് ഒരു ചാൺ അല്ലെങ്കിൽ ഏകദേശം ഒരു ചാൺ ഉയരത്തിൽ ഞാൻ കണ്ടു എന്നാണ്. അതിലേറെ ഉയരല്ല. ഇതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും അബൂബക്കർ, ഉമർ റളിയല്ലാഹു അൻഹുമ ഇവരുടെയും ഖബറിനെ താബഈങ്ങളുടെ നേതാക്കന്മാരെ കണ്ട ആ ഖബറുകളുടെ വസ്ഫ്, വർണ്ണന അവർ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പേരക്കുട്ടി അൽ ഖാസിം എന്ന മഹാൻ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൻ മുഹമ്മദ്, അബൂബക്കർ അസ്മ ദമ്പതികൾക്കുണ്ടായ കുട്ടിയാണ് മുഹമ്മദ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വദാഇന് പോകുമ്പോൾ ദുൽഹുലൈഫയിൽ വെച്ചിട്ട് അസ്മ ബിൻത് ഉമൈസ് പ്രസവിച്ചത് ഈ മുഹമ്മദ് എന്ന കുട്ടിയാണ്. ഈ കുട്ടി മുഹമ്മദിൽ ഉണ്ടായ കുട്ടിയാണ് അൽ ഖാസിം എന്ന് പറയുന്ന അബൂബക്കർ റളിയല്ലാഹുവിന്റെ പേരക്കുട്ടി. ഈ അൽ ഖാസിം താബഈങ്ങളിൽ നേതാവായിരുന്നു. അതുകൊണ്ടാണ് താബഈങ്ങളിൽ വിജ്ഞാന സാഗരങ്ങളായിട്ടുള്ള പണ്ഡിതന്മാരെ കുറിച്ച് പറയുമ്പോൾ ഫഖുൽഹും ഉബൈദുള്ള ഉറൂവത്തു ഖാസിമു സഈദുൻ അബൂബക്കർ സുലൈമാനു ഖാരിജ എന്ന് പണ്ഡിതന്മാർ പറയുന്നത്. അതിൽപ്പെട്ടതാണ് അൽ ഖാസിം ഇബ്നു മുഹമ്മദ് ഇബ്നു അബി ബക്കർ. അപ്പൊ താബഈങ്ങളിൽ മഹാനാണ് ആര്? അൽ ഖാസിം. അദ്ദേഹം ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്നതിന് മുമ്പുള്ള നാളുകളിൽ
അവരുടെ വീട് സന്ദർശിക്കുന്നുണ്ട്. എന്നിട്ട് ആയിഷ റളിയല്ലാഹു തആലയെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെയും അബൂബക്കർ ഉമറുടെയും എന്നിവരുടെയും ഖബർ കാണിച്ചു കൊടുക്കാൻ. കാരണം ഉമർ റളിയല്ലാഹു തആലയെ കൂടി ആയിഷ റളിയല്ലാഹു തആലയുടെ ഹുജറയിൽ മറമാടിയപ്പോൾ ആയിഷ റളിയല്ലാഹു തആല ഹുജറയിൽ നിന്ന് താമസം മാറ്റിയിട്ടുണ്ട്. ഖബർ ആ മതിലിന് ചതുരമതിലിനകത്താണ്. അതിലേക്ക് ഒരു ജനലഴി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ കാണാൻ വേണ്ടിയിട്ട് വിരി നീക്കി കൊടുക്കാൻ പറയാണ്. ഇക്ഷിഫി ലി അൻ ഖബർ റസൂലില്ലാഹി വസാഹിബൈ എന്നാണ് അൽ ഖാസിം പറയുന്നത്. ഖബർ കാണിച്ചു തരാൻ പറയാണ്. എന്നിട്ട് എന്താ അൽ ഖാസിം പറയുന്നത്? ഫകശഫത് ലി അൻ സലാസത്തി ഖുബൂർ, 3 ഖബറുകളെ തൊട്ടുള്ള ആ വിരി അത് നീക്കി കാണിച്ചു തന്നു. എങ്ങനെയാ കണ്ടത്? ലാ മുശ്രിഫതൻ വലാ ലാതിഅതൻ മബ്തൂഹതൻ ബിബത്ഹായിൽ ഉർസത്തിൽ ഹംറ എന്നാണ്. ലാ മുശ്രിഫതൻ കെട്ടി ഉയർത്തപ്പെട്ട ഖബറല്ല, വലാ ലാതിഅതൻ കുഴിഞ്ഞു പോയ ഖബറുമല്ല. പിന്നെയോ മബ്തൂഅത്തുൻ ബിബത്ഹായിൽ ഉർസത്തിൽ ഹംറ, വെളുത്ത ചരൽക്കല്ലുകൾ പാകിയിട്ട 3 ഖബറുകളെയാണ് കാണിച്ചതെന്നാണ്. അപ്പോൾ ഇവിടെ കെട്ടി ഉയർത്തപ്പെട്ട ഖബറുകളല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ സാഹിബുകളായ അബൂബക്കർ ഉമർ എന്നിവരുടെയും ഖബറുകൾ. ലാ മുശ്രിഫ വലാ ലാത്തിയ, കുഴിഞ്ഞു പോയതുമല്ല. കുഴിഞ്ഞു പോയതല്ല എന്ന് പറയാൻ കാരണം അത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുന്നത് എന്തുകൊണ്ടാണ്? ആളുകളെ ഈ മണ്ണ് വാരി മാന്തി കൊണ്ടുപോയിട്ട് ബർക്കത്തെടുക്കുന്നുണ്ട് ഖബറിൻ്റെ അടുത്ത് നിന്ന്. അவ்விധം പണികൾ ചെയ്തതല്ല. പിന്നെയോ മബ്തൂഹത്തിൻ ബിബത്ഹായിൽ ഉർസത്തിൽ ഹംറയാണ്. വെളുത്ത ചരൽക്കല്ലുകൾ പാകിയിട്ട 3 ഖബറുകളെ കണ്ടു എന്നാണ് പറയുന്നത്. ഇത് താബീങ്ങളിൽ നേതാവായ അൽ ഖാസിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചതാണ്. അപ്പോൾ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെയും അവിടുത്തെ സഹാബത്തിൻ്റെയും അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹും അവരുടെയും ഖബറുണ്ടായിരുന്നത്? അത് ഇவ்விധമായിരുന്നു. അത് കെട്ടി ഉയർത്തിയ ഖബറുകളല്ല, ഉള്ളതിനേക്കാൾ വലിപ്പം കൂട്ടിയ ഖബറുകളല്ല, അതിന്മേൽ നിർമ്മാണം നടന്ന ഖബറുകളല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചരിത്രപരമായിട്ട് അതിൽ ആ ഖബറിന് ചുറ്റിയുണ്ടാക്കിയതായ മതിൽ കെട്ടുകൾ, അതേപോലെ തന്നെ ത്രികോണാകൃതിയിലുള്ളതായ മതിലുകൾ, ഇരുമ്പിൻ്റെ മതിൽ, അതിനെ തുടങ്ങിയ വിഷയങ്ങൾ ഇവിടെ വിശദീകരിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇസ്ലാമിൽ ഖബറുകളോടുള്ള സമീപനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിനോട് കുറേ കാര്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അൽ ഗുലുവ്, മുജാവസത്തുൽ ഹദ്, അതിരുവിടൽ. ഈ അതിരുവിടൽ എന്ത് ചെയ്യും? അതാണ് ശിർക്കിലേക്ക് നയിക്കുക. അതാണ് ഷെയ്ഖ് പറയുന്നത്, സാലിഹീങ്ങളോടുള്ള ഖബറുകൾ, സാലിഹീങ്ങളുടെ ഖബറുകളോടുള്ള ഗുലുവ് അതതിനെ വിഗ്രഹങ്ങളാക്കി മാറ്റുമെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ? സാലിഹീങ്ങളല്ലാത്ത, സാലിഹിൻ്റെ വിപരീതമാണ് ത്വാലിഹ്. ത്വാലിഹീങ്ങളുടെ ഖബറിനോട് ഇതൊക്കെ ആകാന്ന, ഖബറുകളോട് ഒന്നിനോടും ശറഅ് പറഞ്ഞതിനപ്പുറമുള്ള നിലപാട് പാടുള്ളതല്ല. അത് സ്വാലിഹായാലും ത്വാലിഹായാലും സജ്ജനത്തിൻ്റെതായാലും അതെല്ലാം അത് അങ്ങനെ അല്ലാത്ത ആളുകളുടേതാണെങ്കിലും അവരുടെ ഖബറുകളോടും അതിനെ കെട്ടി ഉയർത്താനും ഉള്ളതിനേക്കാൾ വലിപ്പം കൂട്ടാനും അതിന്മേ എഴുതി വെക്കാനും എടുപ്പുണ്ടാക്കാനും അതിന് സിമൻ്റ് ഇടാനും പാടുള്ളതല്ല. എന്തുകൊണ്ട്? സാലിഹിൻ്റെ ഇവിടെ പ്രത്യേകം പറഞ്ഞു. അതേ ഹുക്കുമ് തന്നെയാണ് സാലിഹല്ലാത്തവരുടേതും. കാരണം എന്താ? മനുഷ്യന്മാരുടെ ഖബർ പോയിട്ട് മൃഗങ്ങളുടെ ഖബർ ആരാധിക്കപ്പെടുന്ന ഒരു യുഗത്തിലാണുള്ളത്. അത് ഖബറിനെ ബഹുമാനിക്കണമെന്ന മാർഗേണ ജാറം കെട്ടി അവിടെ വിളക്ക് കത്തിച്ച് ഏർപ്പാടുകൾ നടത്തുന്ന ആളുകൾ വരെ പറഞ്ഞ സംബന്ധിച്ച സംഗതിയാണ്. ചില ഖബറുകളിൽ അടക്കപ്പെട്ടത് മനുഷ്യനാണെന്ന് ഉറപ്പില്ല, ചിലത് ഖബറാണെന്നും ഉറപ്പില്ല. ഒരു രസികൻ പറഞ്ഞില്ലേ, കുറേ കാലം കഴിഞ്ഞിട്ട് നാട്ടിക്ക് വിദേശത്തുനിന്ന് പോയൊരു മനുഷ്യനാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, പണ്ടൊക്കെ ഈ റോഡ് സൈഡിലൂടെ പോകുമ്പോൾ എത്രയോ ഈ മയിലുകൾ അറിയാനുള്ള കുറ്റികളുണ്ടായിരുന്നു, ഇപ്പം മയിൽ അറിയാനുള്ള കുറ്റികളൊന്നും ഇല്ലല്ലോ എന്നാണ് പറഞ്ഞു. അതൊക്കെ ജാറായി തട്ടിപ്പോയില്ലേ എന്ന് പറഞ്ഞതാണ്. പറഞ്ഞാൽ ഈ കല്ലും കുറ്റി കാണുന്നോടൊക്കെ അതൊക്കെ ഖബറാക്കി ജാറാക്കി മാറ്റിയില്ലേ എന്ന് പറഞ്ഞു എന്നാണ്. ഏതായാലും അതാണ് സമൂഹം
അതിൽ പലരും. അപ്പോൾ പിന്നെ ഇവിടെ സാലിഹീങ്ങളുടെ ഖബറിനോടുള്ളതായ ഗുലുവ് അതതിനെ വസനുകളാക്കി മാറ്റും എന്ന് പറഞ്ഞത് പലരും ഈ സാലിഹീങ്ങൾ അവരുമായി ബന്ധപ്പെട്ട ഖബറിൻ്റെ വിഷയത്തിലാണ് അപകടത്തിൽപ്പെട്ടുള്ളത്. സാലിഹല്ലാത്ത മനുഷ്യന്മാരുടെയും ഖബറിനോട് ശറഅ് വിരോധിച്ചതായ സമീപനങ്ങൾ പാടുള്ളതല്ല എന്ന് പണ്ഡിതന്മാർ ഇവിടെ വിശദീകരിച്ച് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനൻ യുഅബദ്, എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന വിഗ്രഹമാക്കരുത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ദുആ ഇരക്കുകയും എന്നിട്ട് ഇഷ്തദ്ദ ഖളബുല്ലാഹി അലാ ഖൗമിൻ ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, നബിമാരുടെ ഖബറുകളെ മസ്ജിദുകളായി സ്വീകരിച്ചവരുടെ മേൽ അള്ളാഹുവിൻ്റെ കോപം കഠിനമായിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തുകയും ചെയ്തു. അവിടെ നബിമാരുടെ ഖബറുകളെ മസ്ജിദാക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ഖബറിൻ്റെ മേൽ മസ്ജിദ് പണിയുക, ഖബറിടത്തെ ആരാധന നിർവഹിക്കുവാനുള്ള ഇടമാക്കുക. ഇത് രണ്ടും ഇത്തിഖാദുൽ ഖുബൂർ അൽ മസാജിദാക്കലാണ്. ഖബറിനെ മസ്ജിദുകളായി സ്വീകരിക്കണം. ഒന്നുകിൽ അതിന്മേൽ എടുപ്പുണ്ടാക്കുക, അല്ലെങ്കിലോ അതിൻ്റെ അടുത്ത് ആരാധനകൾ നിർവഹിക്കുക. ഖബറിൻ്റെ അടുത്ത് എന്തിനാ ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ആളുകൾ ആരാധന നിർവഹിക്കുന്നത്? ഖബറിൻ്റെ അടുത്ത് പോയിട്ട് നിസ്കരിക്കുന്നത്, ഖബറിൻ്റെ അടുത്ത് പോയിട്ട് ദുആ ഇരക്കുന്നത്, ദുആ ഇരക്കാൻ വേണ്ടിയിട്ട് ഖബറിൻ്റെ ഓരം തിരഞ്ഞെടുക്കുന്നത്, ഖബറിൻ്റെ അടുത്ത് എന്തിനാ ആളുകൾ പോയിട്ട് ചടഞ്ഞിരിക്കുന്നത്? അവിടെ ആ ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വ്യക്തി കാരണത്താൽ ബർക്കത്ത് വരുന്നിട്ടുണ്ട്. അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതിന് പ്രത്യേക ഒരു പോരിഷുണ്ട്, അവിടുന്ന് ദുആ ചെയ്ത് അതിനൊരു പ്രത്യേകത ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ്. അതുതന്നെയാണ് ഖബറിനെ മസ്ജിദായിട്ട് സ്വീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ എടുപ്പ് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഏതായാലും നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ ആ ദുആ ചെയ്തതിൽ ലോകർക്ക് മാതൃകണ്ട്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഖബറിടത്തെ പോലും ആളുകൾ അതിനോടൊരു അതിരുവിട്ട സമീപനം സ്വീകരിക്കുന്നതിനെക്കുറിച്ചുള്ള ആ ഒരു മുൻകരുതൽ നൽകലും അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുആ ഇരക്കാണ് തൻ്റെ ഖബറിടം ആരാധിക്കപ്പെടരുത് എന്ന്. പല ആളുകളുടെയും ഇന്നത്തെ പല ആളുകളും അവർ മുസ്ലിം നേതാക്കന്മാരായി എണ്ണപ്പെടുന്ന പല ആളുകളും അവർ മരിക്കാൻ കാത്തിക്കുകയാണ് സമൂഹം അവർക്ക് ജാരം കെട്ടാൻ. എന്നിട്ട് ഇന്ന് ജാരങ്ങളിൽ എന്തൊക്കെയാണ് നടമാടുന്നത് അതൊക്കെ ഇനി അവിടെ നടമാടപ്പെടും എന്നുള്ളത് അവർക്ക് അറിയാം. എന്നിട്ടും ഈ ജാറ പൂജയെയോ ജാരം കെട്ടുന്നതിനെയോ അവിടെ വിളക്ക് വെക്കുന്നതിനെയോ എതിർക്കുകയോ അതിനെതിരിൽ പറയുകയോ മുന്നറിയിപ്പ് നൽകുകയോ ചെയ്യാതെ അങ്ങനെ ഒരു അവസ്ഥ ഭാവിയിൽ തൻ്റെ ഖബറിന് ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറുന്നതും പ്രവർത്തിക്കുന്നതും കാണാൻ സാധിക്കും. ഏതായാലും നമ്മുടെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങൾക്ക് അത്യുത്തമമായ മാതൃകണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തിലാണ് ഈ വിഷയം നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്, ലോകർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ ദുആ അല്ലാഹു ഖബൂലാക്കിയോ? അല്ലാഹുമ്മ ലാ തജഅൽ ഖബരി വസനൻ യുഅബദ്. കഴിഞ്ഞ ക്ലാസ്സിൽ അതിലേക്ക് ചില സൂചനകൾ നമ്മൾ പറഞ്ഞിരുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറും പുറം അതിന്മേൽ എടുപ്പുണ്ടാക്കിയിട്ടില്ല. പിന്നെയോ ആ ഖബറുകളുള്ള സ്ഥലം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ ഹുജറക്കുള്ളിലാണ്. അതിൻ്റെ ആ മതിൽ ഭദ്രമായിട്ടുണ്ട്. പിന്നെയോ ത്രികോണാകൃതിയിലുള്ള വേറെയും മതിലുകൾ വന്നു. അത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ മനസ്സിലാക്കി. പിന്നെ ഇരുമ്പിൻ്റെ വേറൊരു മതിൽ വന്നു. അപ്പോൾ ആ ഖബറിൻ്റെ പരിസരങ്ങൾ വരെ ആരാധന നിർവഹിക്കാൻ കഴിയാത്ത വിധം അവിടെ സുരക്ഷിതാണ്. അതിന്മേലൊട്ട് എടുപ്പില്ല, ഉണ്ടാക്കിയിട്ടില്ല, അതിനും കഴിയാത്ത വിധമാണ്. അതുകൊണ്ടാണ് ഷെയ്ഖ് അൽ ഇസ്ലാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല നൂനിയയിൽ പറഞ്ഞ കവിത നമ്മൾ മനസ്സിലാക്കി. فأجاب رب العالمين دعاءه وأحاطه بثلاثة الجدران حتى غدت أرجاؤه بدعائه في عزة وحماية وصيان. എന്താ? فأجاب رب العالمين دعاءه, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആക്ക് ഉത്തരമേകി. ഈ ദുആക്ക്
എന്നിട്ടെന്താ, വഅഹാതഹു ബിസലാസത്തിൽ ജുദ്റാനി, 3 ചുമരുകൾക്കുള്ളിൽ ആ ഖബറിനെ ആക്കി തീർത്തു. ഖബർ അതിന് 3 ചുമരുകൾ വലയം ചെയ്തിട്ടുണ്ട്. ഹത്താ ഗദത് അർജാഉഹു ബിദുആഇഹി, ആ ഖബറിന്റെ ഭാഗങ്ങൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയാൽ ആയി തീർന്നു. ഫി ഇസ്സത്തിൻ വഹിമായത്തിൻ വസിയാനി, സുരക്ഷിതാണ്, ഭദ്രമായിട്ടാണ് ആ ഖബറിൻ്റെ ഉള്ളത്. അവിടുന്ന് മണ്ണ് വാരാനോ ആ ഖബർ മുത്താനോ ആ ഖബറിന്മേൽ സുജൂദ് ചെയ്യാനോ ആ ഖബറിൻ്റെ ചാരത്തി എന്നിരുന്നിട്ട് വേറെന്തെങ്കിലും ഇഅ്തികാഫിരിക്കാനോ ഇതിനൊന്നും കഴിയാത്ത വിധമാണ് ആ ഖബറും അതിൻ്റെ പരിസരവും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് ഇവിടെ ഉണർത്തുന്നത്. ഏതായാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലമ തങ്ങളുടെ ആ ദുആ അതാണ് ഇവിടെ ഒന്നാമതായിട്ട് നൽകിയത്. ഇനി രണ്ടാമത് നൽകുന്നത് വലി ഇബ്നു ജരീരിൻ ബിസനദിഹി അൻ സുഫിയാന അൻ മൻസൂരിൻ അൻ മുജാഹിദ് അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ ഖാൽ കാന യലിത്തു ലഹും അസ്സവീഖ് ഫമാത് ഫഅഖഫു അലാ ഖബരിഹി. ഇമാം ഇബ്നു ജരീർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീരിൽ നൽകുന്ന ഒരു റിവായത്താണ്. ബിസനദിഹി, സനദ് അടക്കം കൊടുക്കുന്നത്. എൻ്റെ സനദ് അൻ സുഫിയാൻ അൻ മൻസൂർ അൻ മുജാഹിദ്, സുഫിയാൻ സൗരി, അൻ മൻസൂർ ബിനുൽ മുഅ്തമിർ, അൻ മുജാഹിദ് എന്ന് പറഞ്ഞാൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രബല ശിഷ്യനാണ് മുജാഹിദ്. അദ്ദേഹം അറിയപ്പെട്ട താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം ചില മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ട് മുജാഹിദിൻ്റെ തഫ്സീർ വന്ന പിന്നെ നോക്കേണ്ടതില്ല എന്നാണ്. അത്രമാത്രം പ്രബലനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ശിഷ്യനാണ് ഇമാം മുജാഹിദ്. ഏതായാലും എന്താണ് ഇമാം മുജാഹിദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്? അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ, ലാത്തയെയും ഉസ്സയെയും നിങ്ങൾ കണ്ടില്ലേ, അതിനെക്കുറിച്ച് നിങ്ങൾ എന്നോട് പറയൂ എന്നാണ് ഇവിടെ പറയുന്നത്. അഫറഅയ്തു എന്ന് പറഞ്ഞാൽ അഖ്ബിറൂനി എന്നർത്ഥം. തഫ്സീറുൽ ലാസിം എന്നതിന് പറയാം. നിങ്ങൾ കണ്ടില്ലേ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുള്ള അവസ്ഥ അത് പറയാനാണ്. ലാത്തയെയും ഉസ്സയെയും ഈ ആയത്തിൽ ലാത്തിനെ കുറിച്ച് പരാമർശമുണ്ട്. അതിനെക്കുറിച്ച് ഇമാം മുജാഹിദ് പറയാണ്. ഖാൽ, അദ്ദേഹം പറഞ്ഞു, കാന യലിത്തു ലഹും അസ്സവീഖ്, ലാത്ത യലിത്തു ലഹും അസ്സവീഖ്, അവർക്ക് സവീഖ് ഉണ്ടാക്കുമായിരുന്നു. സവീഖ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തരം പലഹാരമാണ്, മധുര പലഹാരമാണ്. അതുണ്ടാക്കുമായിരുന്നു. ലഹും എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ന് പറഞ്ഞാൽ ആർക്ക്? അത് മറ്റ് റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. ആ ലഹും എന്നുള്ളതിൻ്റെ ഉദ്ദേശം എന്ത് എന്നുള്ളത് ലിൽ ഹാജ് അല്ലെങ്കിൽ ലിൽ ഹുജ്ജാജ്, ഹാജിമാർക്ക്. അപ്പോൾ ഇബ്നു അബ്ബാസിൽ നിന്നുള്ള മറ്റൊരു റിപ്പോർട്ടിൽ ആ ലഹും അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് മധുര പലഹാരം. അവർക്ക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശം മറ്റൊരു റിവായത്തിൽ വന്നിട്ടുണ്ട് അത് ഹാജിമാരാണ്. അപ്പോൾ ഹാജിമാർക്ക് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു എന്ത്? സവീഖ്. ഫമാത്ത്, അയാൾ മരണപ്പെടുകയുണ്ടായി. ഫഅഖഫു അലാ ഖബരിഹി, ഫഅഖഫു, അപ്പോൾ ആളുകൾ ഭജനമിരുന്നു. അലാ ഖബരിഹി, ഫഅഖഫു എന്ന് പറഞ്ഞാൽ ഇഅ്തികാഫിരുന്നു. അലാ ഖബരിഹി, അയാളുടെ ഖബറിന്മേൽ, അദ്ദേഹത്തിൻ്റെ ഖബറിന്മേൽ. എന്തിനാണ് ഇവിടെ ഈ ഒരു അസർ? ഇമാം മുജാഹിദിൽ നിന്നുള്ള ഈ അസറിനെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നത് ഖബറിൻ്റെ അരികിൽ ഇഅ്തികാഫിരിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഖബറും പുറം ഇഅ്തികാഫിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക എന്നുള്ളത് അത് ഖബറിനോട് സ്വീകരിക്കാൻ പാടില്ലാത്ത സമീപനാണ്. ഖബറിടം ഇഅ്തികാഫിന് വേണ്ടിയിട്ട് ശറഅ് നിശ്ചയിച്ചിട്ടില്ല. അപ്പോൾ ഖബറിനെ ഇഅ്തികാഫിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഗുലുവാണ്, ഖബറിനോട് നടത്തുന്ന അമിതമായിട്ടുള്ള സമീപനാണ്. മാത്രമല്ല ഹാജിമാർക്ക് സവീഖ് ഉണ്ടാക്കുന്ന വ്യക്തിയായിരുന്നു ലാത്ത എന്നാണ്. അപ്പോൾ അയാൾ സാലിഹായ മനുഷ്യനാണ്. അപ്പോൾ സാലിഹാണെന്ന് വിചാരിച്ചിട്ട് ആ ഖബറുംപുറം അല്ലെങ്കിൽ ഖബറിൻ്റെ ഭാഗം അത് ഇഅ്തികാഫിന് വേണ്ടിയിട്ട് ഇവർ തിരഞ്ഞെടുക്കുകയാണ്. അത് അതിരുവിട്ട സമീപനാണ്. ആ അതിരുവിടലാണ് പിന്നീട് ലാത്തയെ ആരാധിക്കുന്നതിലേക്ക് എത്തിച്ചത്. അപ്പോൾ സാലിഹ്യങ്ങളുടെ ഖബറിനോടുള്ള ഗുലുവായ സമീപനം അത് അവയെ വിഗ്രഹമാക്കും എന്ന് പറഞ്ഞ തത്വത്തിൻ്റെ ഒരു ഉദാഹരണമായിരുന്നു, ജീവിച്ചിരുന്ന ഉദാഹരണമായിരുന്നു ലാത്ത. ലാത്ത സാലിഹായ ഒരു മനുഷ്യനായിരുന്നു. ഹാജിമാർക്ക് സവീഖ് എന്ന മധുര ഉണ്ടാക്കി കൊടുത്തിരുന്ന മനുഷ്യനായിരുന്നു. അയാൾ മരിച്ചപ്പോൾ അയാളുടെ ഖബറിടം
ഇവരെന്ത് ചെയ്തു? ഇഅ്തികാഫിന് തിരഞ്ഞെടുത്തു. അവിടെ പോയിട്ട് ഭജന ഇരിക്കാൻ തുടങ്ങി. അപ്പോൾ ഖബറിനോടുള്ള അതിരുവിട്ട സമീപനാണ്, മതം പഠിപ്പിക്കാത്ത അതിരുവിട്ട സമീപനാണത്. അതെന്താക്കി തീർത്തു? അതിനെ ആരാധിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചു തീർത്തു. അങ്ങനെയാണ് ലാത്ത ആരാധിക്കപ്പെടുന്ന അവസ്ഥയുണ്ടായത് എന്നതാണ് ഇതിൻ്റെ സാക്ഷ്യം. തുടർന്ന് ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയാണ്, ഖാല ഖാന വകദ ഖാല അബുൽ ജൗസ അൻ ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസിൽ നിന്ന് ഇപ്രകാരം അബുൽ ജൗസയും പറഞ്ഞിട്ടുണ്ട്. എന്താ ഇബ്നു അബ്ബാസ് പറഞ്ഞത്? ഖാൽ ഖാന യലിത്തു സവീഖ ലിൽ ഹാജ്. ലാത്ത ഹാജിമാർക്ക് സവീഖ് ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു, സവീഖ് പാകം ചെയ്ത് റെഡിയാക്കി കൊടുക്കുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ലാത്ത സാലിഹായൊരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. സേവനം ചെയ്തിരുന്നു ഹാജിമാർക്ക്. പക്ഷെ മരിച്ചപ്പോൾ എന്ത് ചെയ്തു? ലാത്തൻ്റെ ഖബറിൻ്റെ ഇടം അവർ ഇഅ്തികാഫിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുകയുണ്ടായി. അത് തെറ്റായ അതിരുവിട്ട സമീപനാണ്. അതാണ് ആ ഷിർക്കിലേക്ക് നയിക്കുകയും ലാത്തയെ ആരാധിക്കുന്നിടത്തേക്ക് എത്തിക്കുകയും ചെയ്തത്. ഇതാണ് ഇവിടെ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ ഉണർത്തുന്നത്. ഇനി അടുത്തത്, വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സായിറാത്തിൽ ഖുബൂർ വൽ മുത്തഖിദീന അലൈഹൽ മസാജിദ് വസുറുജ്. റവാഹു അഹ്ലുസ് സുനൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള അസറാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഖാൽ എന്താ പറഞ്ഞത്? ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു സായിറാത്തിൽ ഖുബൂർ, ഖബറുകൾ സന്ദർശിക്കുന്ന സ്ത്രീകളെ. സായിറാത്ത്, സായിറത്തിന്റെ ബഹുവചനം സ്ത്രീകൾ, സന്ദർശിക്കുന്ന സ്ത്രീകൾ. അൽ ഖുബൂർ ഖബറുകളെ. അപ്പോൾ ഖബറുകളെ സന്ദർശിക്കുന്ന സ്ത്രീകളെ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. പിന്നെയോ വൽ മുത്തഖിദീന അലൈഹൽ മസാജിദ്, ഖബറിന്മേൽ മസ്ജിദുകളെ സ്വീകരിക്കുന്നവരെയും ശപിച്ചിരിക്കുന്നു. അതേപോലെ വസുറുജ്, സുറുജ് എന്ന് പറഞ്ഞാൽ സിറാജിൻ്റെ ബഹുവചനാണ് സുറുജ്, വിളക്കുകൾ. അപ്പോൾ ഖബർ പുറത്ത് അല്ലെങ്കിൽ ഖബറിങ്ങൽ വിളക്ക് സ്വീകരിക്കുന്നവരെയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. റവാഹു അഹ്ലു സുനൻ, സുനനിൻ്റെ ആളുകളാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. സുനനിൻ്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമാം അബൂദാവൂദ്, ഇമാം തുർമുദി, ഇമാം നസായി, ഇമാം ഇബ്നു മാജ പോലുള്ളവർ. ഇത് ഇമാം അബൂദാവൂദും അതേപോലെ ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ റിപ്പോർട്ടിനെ കുറിച്ച് ഇമാം തുർമുദി ഹസനുൻ എന്ന് പറഞ്ഞു, ഹദീസുൻ ഹസൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഹദീസിൻ്റെ സനദിൻ്റെ വിഷയത്തിൽ ചില സംസാരങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കാം. പക്ഷെ ഹദീസ് അറിയിക്കുന്നത് എന്താ? ലാന റസൂലുള്ള, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചു. ശപിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരപ്പെടുത്തുക എന്നാണ്. പടച്ചവൻ്റെ കാരുണ്യത്തിൽ നിന്ന് ദൂരപ്പെടുത്തുവാനുള്ള ദുആയാണ്. അപ്പം അള്ളാഹിൻ്റെ കാരുണ്യം ഉണ്ടാവില്ല എന്നർത്ഥം. ആരെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചത്? സായിറാത്തിൽ ഖുബൂർ, ഖബറുകൾ സന്ദർശിക്കുന്ന സ്ത്രീകളെ. ഇമാം അഹ്മദിൻ്റെ റിവായത്തുള്ളത് സുവാറാത്തിൽ ഖുബൂർ എന്നാണ്. സായിറാത്ത് എന്നുള്ളതും സുവാറാത്തും തമ്മിലെ വ്യത്യാസം, സുവാറാത്ത് എന്നുള്ളത് അത് സീഗത്തുൽ മുബാലഗയാണ്. അതിൽ ഒരു ആശയം ഏറുണ്ട്. സായിറാത്ത് എന്ന് പറഞ്ഞാൽ സന്ദർശിക്കുന്ന സ്ത്രീകൾ, സുവാറാത്ത് എന്ന് പറഞ്ഞാൽ അമിതമായി സന്ദർശിക്കുന്ന സ്ത്രീകൾ. അങ്ങനെ ഒരു തേട്ട അതിനുണ്ട്. ഏതായാലും രണ്ട് റിവായത്തുണ്ട്, സുവാറാത്ത് എന്നും സായിറാത്ത് എന്നും. ഖബറുകൾ സന്ദർശിക്കുന്ന സ്ത്രീകളെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. വൽ മുത്തഖിദീന അലൈഹൽ മസാജിദ്, ഖബറുകളുടെ മേൽ മസ്ജിദുകളെ സ്വീകരിക്കുന്നവരെയും. അവിടെ രണ്ട് ഉദ്ദേശം. ഒന്ന്, ഖബറിന്മേൽ എടുപ്പുണ്ടാക്കുക, പള്ളിയാക്കിയിട്ട് എടുപ്പുണ്ടാക്കുക, ഖബറിന്മേൽ നിർമ്മാണം. അല്ലെങ്കിൽ ഖബറിനെ ആരാധിക്കാനുള്ള സ്ഥലമായിട്ട് സ്വീകരിക്കുക. ഈ വൽ മുത്തഖിദന അലൈഹ അൽ മസാജിദ് എന്നുള്ളത് ആ ആശയത്തെ അറിയിക്കുന്ന ധാരാളം ഹദീസുകൾ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലും ഈ ക്ലാസ്സിലും മനസ്സിലാക്കി. ഖബറിനെ മസാജിദുകളായി സ്വീകരിക്കാൻ പാടില്ല, അതിൻ്റെ പേരിൽ അള്ളാഹുവിൻ്റെ ശാപം വന്നിറങ്ങിയതിനെ കുറിച്ചൊക്കെയുള്ള ഹദീസ്. അപ്പോൾ അതിൻ്റെ ആശയം അത് ഇസ്ലാമിൽ
ധാരാളം വചനങ്ങളാൽ സ്ഥിരപ്പെട്ട ഒരാശയമാണ്. സുറുജ് എന്ന് പറഞ്ഞാൽ സിറാജിൻ്റെ ബഹുവചനം. ഖബറിന്മേൽ വിളക്ക് സ്വീകരിക്കുക, വിളക്കുകൾ. ഈ പിന്നെ മാലപ്പാട്ടിൽ മൗലൂദ് കിതാബിൽ കണ്ടില്ലേ, ഇന്ന ബൈത്തൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. അതെ, ആ സുറുജ എന്ന് പറഞ്ഞാൽ വിളക്കുകൾ എന്നർത്ഥത്തിൽ. ഇവിടെ ഖബറിന്മേൽ വിളക്കുകൾ സ്വീകരിക്കുന്നവരെയും ശപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ചില വിഷയങ്ങളുണ്ട് ഈ അസറുമായി ബന്ധപ്പെട്ട്. ഒന്ന്, ഈ അസർ നമ്മൾ പറഞ്ഞു ഇമാം തുർമുദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം അബൂ ദാവൂദ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തുർമുദി ഇതിനെ ഹസൻ എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഹദീസ് സഹീഹാണോ അല്ലേ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിൽ ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സായിറാത്തിൽ ഖുബൂർ എന്നതിനെ ആ ഹദീസിൻ്റെ ഭാഗത്തെ സഹീഹുൻ ലി ഗൈരിഹി എന്ന ദർജയിലാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളതായ പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചത്. വൽ മുത്തഖിദീന അലൈഹ അൽ മസാജിദ് വസ്സുറുജ് എന്ന് പറയുന്ന ആ ഭാഗം അത് സഹീഹായി സ്ഥിരപ്പെട്ടതല്ല ഈ ഹദീസിൻ്റെ ലഫ്ദിലുള്ള ഈ ഭാഗം എന്നാണ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്. അതിൽ വൽ മുത്തഖിദീന അലൈഹ അൽ മസാജിദ് എന്നുള്ള ആശയത്തെ ശക്തിപ്പെടുത്തുന്ന ധാരാളം സഹീഹായ റിപ്പോർട്ടുകളുണ്ട്. പക്ഷേ ഈ ഒരു ഹദീസിൻ്റെ കുറിച്ചാണ് ദുർബലം എന്ന് പറയുന്നത്. അപ്പോൾ വിളക്ക് വെക്കുന്നതിനെയും ഇന്നവരെയും ശപിച്ചു എന്നാണ്. അപ്പോൾ ഹദീസ് ദുർബലമാണെന്ന് പറയുന്ന പണ്ഡിതന്മാരുടെ, സലഫി പണ്ഡിതന്മാരുടെ വീക്ഷണത്തിൽ അപ്പോൾ ഈ ഭാഗം തെളിവെടുക്കാൻ പറ്റൂല. അപ്പോൾ ഇതിനർത്ഥം ഖബറിൻപുറത്ത് വിളക്ക് വെക്കാന്ന അല്ല. പിന്നെയോ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി, അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പോലുള്ളതായ പണ്ഡിതന്മാർ പറഞ്ഞത് ഈ ഹദീസിൻ്റെ ഭാഗം ഇവിടെ അത് ദഈഫാണ്. പക്ഷേ ആ ദഈഫായ ഭാഗം അറിയിക്കുന്ന ആശയമുണ്ടല്ലോ, അതായത് ഖബറിൻ്റെ അടുത്ത് വിളക്ക് വെക്കാൻ പാടില്ല എന്നുള്ളതും ഖബറിന്മേൽ മസ്ജിദുകൾ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളതും അത് ദീനിൽ മറ്റ് തെളിവുകളാൽ സ്ഥിരപ്പെട്ടതാണ്. ഖബറിൻ്റെ മേൽ മസ്ജിദുകളെ സ്വീകരിക്കാൻ പാടില്ല എന്നുള്ളത് ധാരാളം തെളിവുകളിൽ വന്നതാണ്, കുറേ നമ്മൾ മനസ്സിലാക്കി. പിന്നെ വിളക്ക് വെക്കാൻ പാടില്ല എന്നുള്ളതോ അത് ദീനിൻ്റെ ഇതര തെളിവുകൾ, ആമായ തെളിവുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. കുല്ലു ബിദ്അത്തിൻ ളലാല വ കുല്ലു ളലാലത്തിൻ ഫിന്നാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ സഹാബത്തോ ഖബറിൻ്റെ അടുത്ത് വിളക്ക് കത്തിക്കുകയോ വിളക്ക് വെക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് ബിദ്അത്താണ്. എല്ലാ ബിദ്അത്തും ളലാലത്താണ്, എല്ലാ ളലാലത്തും വഴികേടുമാണ്. എല്ലാ ളലാലത്തും വഴികേടുമാണ്. അപ്പം ഈ ഒരു വിഷയം അതിൻ്റെ സനദുമായി ബന്ധപ്പെട്ട് ഇത് സഹീഹാണോ ദഈഫാണോ എന്നുള്ളതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പിന്നെ ഇതിലുള്ള ഒരു വിഷയം സായിറാത്തുൽ ഖുബൂർ, ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകൾ, അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് പാടുണ്ടോ ഇല്ലേ? ആ ഒരു മസ്അല സലഫി പണ്ഡിതന്മാർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസമുള്ള ഒരു മസ്അലയാണ്. ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് പാടുള്ളതല്ല. മറ്റൊരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞു സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് അനുവദനീയമാണ്. രണ്ടു കൂട്ടരും ഉപോത്ബലകമായിട്ടുള്ള തെളിവുകൾ പറഞ്ഞിട്ടുണ്ട്. എന്താ, സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് പാടില്ല, ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ ഈ ഇതുപോലുള്ള തെളിവുകളാണ് കൊണ്ടുവന്നത്. ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകൾ അള്ളാഹുവിൻ്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. അതുപോലെ സുവാറാത്തുൽ ഖുബൂറിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു. അപ്പോൾ ശാപാർഹമായ പ്രവൃത്തി, അതുകൊണ്ട് അത് സിയാറത്ത് ഹറാമാണ് എന്നാണ് അവർ ഇത്തരം തെളിവുകളെ കൂട്ടുപിടിച്ചിട്ട് പറഞ്ഞത്. എന്നാൽ സ്ത്രീകൾക്ക് ഖബർ സിയാറത്ത് അനുവദനീയമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുടെ പക്ഷം അവരും അതിന് ഉപോത്ബലകമായിട്ട് തെളിവ് പറഞ്ഞിട്ടുണ്ട്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ സിയാറത്ത് സ്ത്രീക്കും പുരുഷനും ഒരുപോലെ ഹറാമാക്കിയതാണ്. ഇസ്ലാമിൽ പാടില്ലായിരുന്നു. കുൻതു നഹൈതുക്കും അൻ സിയാറത്തിൽ ഖുബൂർ, ഖബറുകൾ സന്ദർശിക്കുന്നത് നിങ്ങളെ തൊട്ട് ഞാൻ വിരോധിച്ചിരുന്നു. അല ഫസൂറുഹ, നിങ്ങൾ ഇനി ഖബറുകൾ സന്ദർശിച്ചു കൊള്ളുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പോൾ ആണിനും പെണ്ണിനും വിരോധിക്കപ്പെട്ട സംഗതിയായിരുന്നു ഖബർ സിയാറത്ത് എന്നത്. പിന്നീട് എന്ത് ചെയ്തു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ ഖബർ സിയാറത്തിനെ അനുവദിച്ചു.
ഏകദേശം മക്കം ഫതഹിനോടടുത്ത ആ കാലഘട്ടത്തിലാണ് ഖബർ സിയാറത്ത് അനുവദിക്കുക എന്നുള്ളത് ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാതാവിൻ്റെ ഖബർ സന്ദർശിച്ചതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ വിരോധം ആണിനും പെണ്ണിനും ഒരുപോലെയായിരുന്നു. അതിൽ പിന്നെ അനുവദിച്ചു. ആ അനുവദിച്ച ഇതിൻ്റെ തേട്ടം നോക്കുമ്പോൾ അത് ആണിനും പെണ്ണിനും ഒരുപോലെയാണ്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആല അൻഹ തിരുനബിയോട് ചോദിച്ചു, ഖബർ സിയാറത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്താണ് ദുആ ഇരക്കേണ്ടത്? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ സിയാറത്ത് നടത്താനുള്ള ദുആ നടത്തുമ്പോൾ നിർവഹിക്കേണ്ടതായ പറയേണ്ടതായ വചനം പഠിപ്പിച്ചു കൊടുത്ത് അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലലാഹിഖൂൻ തുടങ്ങിയതായ ലഫ്ദുകൾ പഠിപ്പിച്ചു കൊടുത്ത്. അപ്പോൾ ഈ അനുവദിച്ച പണ്ഡിതന്മാർ പറയുന്നത് സിയാറത്ത് സ്ത്രീകൾക്ക് ഹറാമായിരുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷയെ തടയുമായിരുന്നു, ദുആ പഠിപ്പിച്ചു കൊടുക്കില്ല. മൂന്നാമത് അവരുടെ ഒരു തെളിവ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടന്നു പോകുമ്പോൾ ഒരു സ്ത്രീ ഖബറിനരികിൽ കരയുന്നത് കാണാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ ക്ഷമിക്കുക. അപ്പോൾ ആ സ്ത്രീ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തിരുനബിയാണെന്ന് അറിയാതെ അവർക്കേറ്റ മുസീബത്തിനെ കുറിച്ച് പറയുകയും അത് നിങ്ങൾ കേട്ടില്ലല്ലോ എന്നർത്ഥത്തിൽ സംസാരിക്കുകയും ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് തന്നെ തിരുത്തിയത് എന്നുള്ളത് പിന്നീട് ആ സ്ത്രീക്ക് വിവരം കിട്ടിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർ ക്ഷമാപണം നടത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമ സബ്റു ഇൻദ സദമത്തിൽ ഊല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആ സ്ത്രീ ഖബറിൻ്റെ അടുത്ത് ഇരുന്നിട്ട് കരയുന്നത് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ കരച്ചിൽ വിരോധിച്ച് ക്ഷമിക്കാൻ പഠിപ്പിച്ച്. ഖബർ സിയാറത്ത് പാടില്ലാത്തതായിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അവരെ ഉണർത്തുമായിരുന്നു. ഇങ്ങനെയുള്ള തെളിവുകളാണ് ഇതിനെ സ്ത്രീകൾക്ക് സിയാറത്ത് അനുവദനീയമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ കൂട്ടുപിടിച്ചത്. എന്നാൽ നിഷിദ്ധമാണെന്ന് പറഞ്ഞവരോ അവർ ഈ ബാബിൽ വന്നതായി ഈ ഹദീസ്, അതേപോലെ തന്നെ ഉമ്മു ആത്തിയ റളിയല്ലാഹു തആല അൻഹയുടെ ഹദീസിൽ പറഞ്ഞില്ലേ, പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾ ജനാസയെ അനുഗമിക്കുന്നതിനെ വിരോധിച്ചിരുന്നു. അപ്പോൾ സ്ത്രീകൾ ജനാസയെ അനുഗമിക്കുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് മറമാടപ്പെട്ടതിന് ശേഷം ഖബറിൻ്റെ അടുത്തേക്ക് പോവുക? അത് തീർത്തും വിരോധിക്കപ്പെട്ടതാണെന്ന രീതിയിൽ ആ ഹദീസിൻ്റെ മഫ്ഹൂമ് കൊണ്ടും അവർ തെളിവ് പിടിച്ചിട്ടുണ്ട്. ഇതൊരു അഭിപ്രായ വ്യത്യാസം സലഫി പണ്ഡിതന്മാർക്കിടയിൽ നിലവിലുള്ള ഒരു മസ്അലയാണ്. ഷെയ്ഖ് മുഹമ്മദുൽ അമീൻ അഷ്ശൻഖീത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അദ്വാഉൽ ബയാനിൽ, തഫ്സീർ അദ്വാഉൽ ബയാനിൽ അൽഹാകുമുത് തകാസുർ ഹത്താ സുർത്തുമുൽ മഖാബിർ എന്ന ആയത്തിൻ്റെ തഫ്സീറിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടുണ്ട്. അതിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി നടത്തിയതായ ആ തർജീഹ് പ്രബലപ്പെടുത്തലാണ് ശരിയോടടുത്തതായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അല്ലാഹു ആലം. അദ്ദേഹം പറഞ്ഞത്, പുരുഷന്മാർക്ക് എന്തിനു വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബർ സിയാറത്തിനെ അനുവദിച്ചത്? ഖബർ സിയാറത്ത് ഹറാമായിരുന്നു, പാടില്ലായിരുന്നു. പിന്നീട് അനുവദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൻ്റെ ഹിക്മത്ത് പറഞ്ഞത് എന്താ? ഫഇൻഹാ തുരിഖുൽ ഖൽബ് വതുദ്മിഉൽ ഐൻ വതുദക്കിറു ബിൽ ആഖിറ. ഹൃദയത്തെ ലോലമാക്കും, കണ്ണിനെ കരയിപ്പിക്കും, പരലോകത്തെ ഓർമ്മിപ്പിക്കും. ചില റിപ്പോർട്ടുകളിൽ തുദക്കിറുൽ മൗത്ത്, മരണത്തെ ഓർമ്മിപ്പിക്കും. അപ്പോൾ ഖബർ സിയാറത്ത് കൊണ്ട് മരണം ഓർക്കുക, പരലോകത്തെ ഓർക്കുക, ഹൃദയം ലോലമാക്കുക, കണ്ണിനെ കരയിപ്പിക്കുക, ഇതൊക്കെയാണ് ഖബർ സിയാറത്തിൻ്റെ ഫായിദ. ഇതുകൊണ്ടാണ് പുരുഷന്മാരോട് ഖബർ സിയാറത്ത് ചെയ്യാൻ പറഞ്ഞത്. യഥാർത്ഥത്തിൽ പരലോകത്തെ കൂടുതൽ ഓർക്കാനും ഹൃദയം കൂടുതൽ ലോലമാകാനും അതേപോലെ തന്നെ മരണത്തെ ഓർക്കാനും പുരുഷന്മാരെ പോലെ തന്നെ സ്ത്രീകളും അർഹരായവരാണ് എന്ന് മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നരകത്തിൽ കൂടുതൽ കണ്ടത് സ്ത്രീകളെയാണ്. പരലോകത്തെ ഓർത്തുകൊണ്ട് നരകത്തിൽ നിന്ന് തങ്ങളെ കൂടുതൽ രക്ഷപ്പെടുത്തേണ്ടത് സ്ത്രീകൾ തങ്ങളെയാണ്. അപ്പോൾ ഖബർ സിയാറത്ത് പരലോകത്തെ ഓർമ്മിപ്പിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ഒരു മാർഗ്ഗമാണ് എങ്കിൽ അത് സ്ത്രീകൾക്ക് അർഹമായിട്ടുള്ള അവർ സ്വീകരിക്കേണ്ടതായ ഒരു വസീലത്ത് കൂടിയാണ്. അപ്പോൾ ഈ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾ ഖബർ സന്ദർശനം നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഹറാമാണെന്ന് പറയാൻ പറ്റൂല. എന്നാൽ
ഖബറുകൾ സന്ദർശിച്ചിട്ടുണ്ട് എങ്കിൽ പുരുഷന്മാരെ പോലെ തന്നെ ഹൃദയം ഉറപ്പ് സ്ത്രീകൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. സ്ത്രീകൾ നിയന്ത്രണം വിടാനും ബഹളം വെക്കാനും മറ്റുമൊക്കെ സാഹചര്യം കൂടുതലാണ്. അതുകൊണ്ട് അവരെ അതിൽ നിന്ന് വിലക്കുകയും തടയുകയും ചെയ്യുന്ന രീതിയിലാണ് ഈ പ്രയോഗം. ഈ ഹദീസിൻ്റെ തേട്ടം അതാണ്. സായിറാത്തുൽ ഖുബൂറിനെയും സുവാറാത്തുൽ ഖുബൂറിനെയും ശപിച്ചു എന്ന് പറയുന്നത് തെറ്റായ രീതിയിലുള്ളതായ സിയാറത്ത് നടത്തുക. അങ്ങനെ ഖബറിടം കണ്ടിട്ടുണ്ടെങ്കിൽ അട്ടഹസിക്കുന്ന, വാവിട്ട് കരയുന്ന, മരണ വീട്ടിൽ അലമുറയിടുന്നത് പോലുള്ളതായ അലമുറടൽ അവിടെ നടത്തുന്ന അത്തരം അവസ്ഥകൾ സംജാതാകും. അത് പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്കാണ് കൂടുതൽ ഉണ്ടാകുക. കാരണം അവരാണ് കൂടുതൽ ലോലമായ ഹൃദയത്തിൻ്റെ വാക്താക്കൾ, അവരാണ് കൂടുതൽ അക്ഷമം പ്രകടിപ്പിക്കുക. അതുകൊണ്ടാണ് ഇവിടെ സ്ത്രീകളെ ശപിച്ചത്, ഖബർ സന്ദർശിക്കുന്ന സ്ത്രീകളെ ശപിച്ചത്. സ്ത്രീകൾ ആണ് ആ വിഷയത്തിൽ കൂടുതൽ എന്നതിനാണ് സ്ത്രീകളെ അനുസ്മരിച്ചത്. അങ്ങനെ പുരുഷന്മാർ ചെയ്തിട്ടുണ്ടെങ്കിൽ പുരുഷന്മാരും ആ വിധിയിൽ, ഈ വിധിയിൽ പുരുഷന്മാരും ഉൾപ്പെടും, അങ്ങനെയുള്ള പുരുഷന്മാരും ഉൾപ്പെടും. അപ്പോൾ ആകത്തുക ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉണർത്തിയതായ ഹിക്മത്തിന് വേണ്ടി ഹൃദയം ലോലമാകുവാൻ, കണ്ണ് നനയുവാൻ, പരലോകമോർക്കുവാൻ, മരണമോർക്കുവാൻ ഒക്കെയാണ് സിയാറത്ത് നടത്തുന്നത് എങ്കിൽ അത് സ്ത്രീക്ക് ആകാവുന്നതാണ്. അതേപോലെ തന്നെ ഖബർ സിയാറത്തിന് മറ്റൊരു ഹുക്കുമാണ് അവിടെ അവർക്ക് സലാം പറയുക. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൽ മുഅ്മിനീൻ, ഖബറിലുള്ളവർക്ക് സലാം പറയുക. പിന്നെ യഗ്ഫിറുല്ലാഹു ലനാ വലക്കും, ഞങ്ങൾക്കും നിങ്ങൾക്കും അള്ളാഹു പുറത്തു തരട്ടെ എന്ന് അവർക്കും വേണ്ടിയിട്ടുള്ള ആ ദുആ അത് നിർവഹിക്കാനാണ് പുരുഷന്മാർക്ക് ഖബർ സിയാറത്ത്. അതിനു വേണ്ടിയിട്ടാണ് ഖബർ സിയാറത്ത് നടത്തുന്നത് എങ്കിൽ അത് നിഷിദ്ധം എന്ന് പറയാൻ പറ്റുകയില്ല. ഇതാണ് ആ വിഷയത്തിൽ പ്രബലമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളതായ അഭിപ്രായം. അത് ആരുടെ ഖബറായിട്ടുണ്ട് എങ്കിലും അതിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് അതാണ്. ഞാൻ ഷെയ്ഖ് മുഹമ്മദ് അൽ അമീൻ അഷ്ഷഖീത്തി റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ നടത്തിയ ആ ഒരു പഠനം ഹൃദ്യമായി തോന്നി. കൂടുതൽ തെളിവിനോട് അടുത്തതായിട്ടും നമ്മുടെ പരിമിതമായ അറിവിൽ മനസ്സിലാക്കാൻ സാധിച്ചു. അല്ലാഹു തആല ആലം. ഇതാണ് ആ വിഷയത്തിൽ ഉണർത്താനുള്ളത്. ഷെയ്ഖ് നൽകിയതായ ഈ അസർ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിന്നുള്ള അസർ, ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സായിറാത്തിൽ ഖുബൂർ വൽ മുത്തഖിദീന അലൈഹ അൽ മസാജിദ വസ്സുറുജ്. ഖബറിന്മേൽ മസ്ജിദുകളെ സ്വീകരിക്കുക, അതേപോലെ തന്നെ ഖബറിന്മേൽ സുറുജ്, സിറാജുകൾ, വിളക്കുകൾ സ്വീകരിക്കുക. മനസ്സിലായി? നാട്ടിലൊക്കെ ധാരാളം കാണാൻ സാധിക്കും. നാട്ടിലല്ലേ പല സ്ഥലങ്ങളിലും ശരിക്കും ജാറം കെട്ടിയോടത്ത് നല്ല ലൈറ്റ് ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും കാണാം അവിടെ നിലവിളക്ക് കത്തണ്, മറ്റു വിളക്കുകൾ കത്തണ്. എന്തിനാ നിലവിളക്ക് കത്തണത്? എന്നിട്ടോ നിലവിളക്ക് കത്തിക്കൽ അങ്ങനെ ബർക്കത്തെടുക്കുന്നവരുണ്ട്. അവിടെ ഒഴിച്ച എണ്ണ അത് വാരി തേച്ച് ബർക്കത്തെടുക്കുന്നവരുണ്ട്. അതിൽ എണ്ണ പാർന്ന് ബർക്കത്തെടുക്കുന്നവരുണ്ട്. ഇങ്ങനെ പല രൂപങ്ങൾ, തെറ്റായ ദീനില്ലാത്ത കാര്യങ്ങൾ കാണുവാൻ സാധിക്കും. അപ്പോൾ എത്രമാത്രം ഗൗരവമാണ് ആ വിഷയം. ഏതായാലും അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് മാതൃകയില്ലാത്ത ദീനിലെ ബിദ്അത്തായി ദീനിൽ കടന്നു വന്ന ബിദ്അത്തുകളാണ്. എല്ലാ ബിദ്അത്തുകളും വഴികേടാണ്. എല്ലാ വഴികേടുകളും നരകാഗ്നിയിലേക്ക് കൂപ്പുകുത്തിക്കുന്ന വിഷയങ്ങളുമാണ്. അതുകൊണ്ട് അത്തരം മുസീബത്തുകൾ സൂക്ഷിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് ഈ വിഷയത്തിൽ മറ്റു ചില ഹദീസുകൾ കൂടിയുണ്ട്. അടുത്ത അധ്യായത്തിൽ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി ഉണർത്തും. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. ഹാദാ വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅഹ്ലി ബൈതിഹി ത്വയ്യിബീന ത്വാഹിരീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.